ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്റ്റ് പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മൂന്നാറിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വരയാടുകൾ കാണാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ മറ്റെന്തെല്ലാം നമുക്ക് പാർക്കിൽ കാണാൻ സാധിക്കും, അവിടുത്തെ ബസ് യാത്ര എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂന്നാറിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായി മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പാർക്കിന്റെ മെയിൻ എൻട്രൻസ്. റൈറ്റ് സൈഡ് കാണുന്നത് മറയൂർ കാന്തല്ലൂർ റൂട്ടാണ്. അപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പാർക്കിന്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ മറയൂർ കാന്തല്ലൂർ റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് നമുക്ക് മിസ് ചെയ്യാതെ പാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. പാർക്കിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ കേട്ടോ. പാർക്കിംഗ് ഒക്കെ വരുന്നത് ഈ റൂട്ടാട്ടോ. അപ്പോൾ വണ്ടി കൊണ്ട് വരുന്നവരൊക്കെ ഈ റൂട്ട് നേരെ ചെന്ന് കഴിഞ്ഞാൽ നേരെ പാർക്കിങ്ങിലേക്കാണ് ചെല്ലുന്നത്. വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലയിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിന്റെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. നാഷണൽ പാർക്കിലേക്കുള്ള എൻട്രി ഫീ പെർ ഹെഡ് 200 രൂപയാണ് കേട്ടോ. 200 രൂപയ്ക്ക് നാഷണൽ പാർക്കിൻ്റെ തന്നെ ഒരു ബസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം മലയുടെ മുകളിലേക്ക് ബസ്സിനകത്തൊരു യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടിയിട്ടാണ് പെർ ഹെഡ് 200 രൂപ വരുന്നത്. ഈ ബസ്സിലാട്ടോ നമ്മൾ മലയുടെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം ബസ്സൊന്ന് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് ആൾക്കാരെ കൊണ്ട് മുകളിലേക്ക് പോവുള്ളൂ. നമുക്ക് ഒരുപാട് നേരമൊന്നും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ബസ് വെക്കുന്നത് തന്നെ ഫില്ലായി വരുന്നുണ്ട്. നല്ല തിരക്കുള്ള ദിവസം ഒരുപാട് ബസ്സുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നല്ല കുലുക്കമാണ് കേട്ടോ. മലയുടെ മുകളിലേക്കാണല്ലോ നമ്മൾ കയറുന്നത്. ഒരുപാട് ഹെയർ പിന്നുകളും പിന്നെ റോഡും ഒക്കെ നല്ല കട്ടറായിട്ട് കിടക്കുന്ന ഒരു റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല വേറിട്ട കാഴ്ചകളാണ് കേട്ടോ ബസ്സിലിരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളിൽ മഞ്ഞ് മൂടിയും തേയിലത്തോട്ടങ്ങളും മലയും കുന്നും കട്ടറുള്ള വഴിയും ഓഫ് റോഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ബസ് യാത്രയാണ് പാർക്കിൽ നിന്നും മലയുടെ മുകളിലേക്ക് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഒരു ക്ലൈമറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ. ആ ഒരു ടൈമിലൊരു ക്ലൈമറ്റാണ് ഇത്. ഫുള്ള് കോടമഞ്ഞും നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ല കിടിലൻ ഒരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇത് നമ്മുടെ ബസ്സിൽ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. നാഷണൽ പാർക്കിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ വെള്ളമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ് ചേട്ടനെ ഇവിടെ നിന്ന് വണ്ടി നിർത്തി തന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനും ശരിക്കും കാണാനൊക്കെ ആയിട്ട് വണ്ടി ഇവിടെ കുറച്ചേരം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ ബസ്സിന് ചെന്നിട്ട് വീണ്ടും അവിടെ നിന്ന് നടന്ന് പോകാനുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കതും കാണാം. വീണ്ടും നമ്മളൊരു ഹെയർ പിന്ന് പാസ് ചെയ്ത് കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല കിടിലൻ ഒരു യാത്രയാണ് നമുക്ക് ബസ്സിൽ കിട്ടുന്നത്. നമ്മളപ്പോൾ നാഷണൽ പാർക്കിൻ്റെ ഒരു ടോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടം വരെയാണ് ബസ് വരുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്ററോളം മുകളിലേക്ക് നടന്ന് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടം വരെയാണ് ബസ് വന്ന് നമ്മളെ ആൾക്കാരെ എല്ലാം നിർത്തി ബസ് പോയട്ടോ. 1 മണിക്കൂറോളം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അടുത്ത ബസ് വരും. അപ്പോൾ അതിനാണ് നമ്മൾ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറോളം മുകളിൽ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് താഴത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് കോടമഞ്ഞ് കയറി ഭയങ്കര കിടിലൻ ക്ലൈമറ്റാണ്. ഒരുപാട് തണുത്ത് വിറയ്ക്കുന്ന ഒരു ഫീലില്ല കേട്ടോ. മീഡിയം തണുപ്പും ഫുള്ള് കോടമഞ്ഞുമാണ്. കോടമഞ്ഞ് വേഗം വരും, കുറച്ച് ടൈമേ നിൽക്കുള്ളൂ, വെക്കുന്ന പോവുകയും ചെയ്യും കേട്ടോ. നല്ല അടിപൊളി ഒരു ഫീലാണ്. ഇത് നമ്മൾ ബസ് ഇറക്കി വിട്ടതിൻ്റെ അടുത്ത് പാർക്കിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു സെക്ഷനാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ കയറി പാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും പാർക്കിൽ എന്തൊക്കെ കാണാൻ സാധിക്കും, വരയാടുകളെക്കുറിച്ചും നീലക്കുറിഞ്ഞികളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കയറി വായിച്ച് മനസ്സിലാക്കാം. ബസ്സിൽ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ട്രക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോയാലും മതി കേട്ടോ. നമ്മുടെ കൂടെ ബസ്സിൽ വന്നവരെല്ലാം പാർക്കിൻ്റെ സ്റ്റോർ വരുന്ന അവിടെ ജസ്റ്റ് എല്ലാം കണ്ടിട്ട് വെക്കുന്ന മുകളിലേക്ക് കയറി കേട്ടോ. നമ്മൾ അവിടെ ഇന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് ടൈം പോയി. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാം തന്നെ ഓൾറെഡി മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഇനി പോകാനുള്ളൂ, ബാക്കി ആരും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഒരുപാട് ടൈം പോകുന്നതുകൊണ്ട് തന്നെ അവർ മുകളിലേക്ക് പോയി. ഇനി നമുക്ക് മുകളിലേക്ക് പോയേക്കാം. ഈ റൂട്ടാണ് കേട്ടോ നമ്മൾ മുകളിലേക്ക് നടന്ന് ട്രെക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മലയുണ്ടല്ലോ, ഈ മലയാണ് നമ്മൾ നടന്ന് കയറി പോകാനുള്ളത്. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് പൊടിയുന്ന പോലെ ഈ കോടമഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്നാലും മഴയായിട്ട് വരുന്നില്ല, ചെറിയ രീതിയിൽ നനവും വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളിയാണ്. നമുക്കൊരു തണുത്ത മൂടൽമഞ്ഞിക്കൂടെ നടന്ന് നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമ്മൾ ഇവിടുന്ന് നടന്ന് പോകുമ്പോൾ ആണ് ഈ പറഞ്ഞ വരയാടുകളും പിന്നെ നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പം നീലക്കുറിഞ്ഞില്ല, ഓൾറെഡി ഈ ഒരു ഭാഗത്ത് പൂത്തിട്ട് പോയതാണ്. പോണ വഴിക്ക് നമുക്ക് ബാക്കി വരയാടുകളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുകളിലേക്ക് പോയേക്കാം. നാഷണൽ പാർക്കിലേക്ക് ട്രക്കിങ്ങിന് വരുന്നവരോട് ഒരു കാര്യം പറയാം കേട്ടോ. ഇവിടെ നമ്മൾ ബസ്സിന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സുകൾ അതൊക്കെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ. ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പുകളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവരണം. പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് സാധനം ഒന്നും അവിടെ ഉപേക്ഷിക്കാതെ കൊണ്ടുവന്ന സാധനമൊക്കെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യണം. എന്തെങ്കിലും ചെറിയ ഫുഡ് ഐറ്റം, ഡ്രിങ്ക്സ് അതൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ ഷോപ്പുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് മേടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടൂല. നമുക്ക് പിന്നെ ട്രക്ക് ചെയ്യാനൊക്കെ മടിയായിരിക്കും, ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. നമ്മൾ ഏകദേശം ഒരു 3 ഹെയർ പിന്നോളം കയറി കേട്ടോ. ആ ഒരു വ്യൂ ആണിത്. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ നമ്മുടെ ബസ് ഇറക്കി വിട്ടതിപ്പോൾ ഒരുപാട് താഴെയാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റില്ല. താഴെ നിന്ന് ഫുള്ള് കോടമഞ്ഞ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എന്തായാലും നല്ലൊരു കിടിലൻ ഒരു വൈബാട്ടോ നമുക്ക് ഇതിൽ നടക്കുമ്പോൾ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഒരു ഫീലുമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നല്ല ചൂടത്തുനിന്ന് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഈ തണുപ്പും ഈ കോടമഞ്ഞും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പയ്യെ മുകളിലേക്ക് നടന്നു പോകാം. ഹാമിൽട്ടൻ്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ മുമ്പ് കണ്ണൻദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനിയുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1895 ഇവിടം ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമായി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തിൻ്റെ പ്രത്യേകത മൂല്യം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ഇത് ദേശീയോദ്യാനമായി. 1978 ഇവിടത്തിന് ഇരവികുളം ദേശീയോദ്യാനം എന്ന പേര് ലഭിച്ചത്. നമ്മൾ ഈ നടന്നു പോണ വഴിക്കൂടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ കുടയൊക്കെ കൊണ്ടുവരുന്നവർക്ക് നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ചാടുന്നുണ്ടെങ്കിൽ നമ്മൾ 1 കിലോമീറ്ററോളം നടക്കുമ്പോഴത്തേനും നമ്മൾ ഫുള്ളായിട്ട് നനയാൻ ചാൻസ് ഉണ്ട്. വലിയ മഴയൊന്നുമില്ല, ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബസ്സിൽ വന്നപ്പോൾ ഒരു വെള്ളച്ചാട്ടം നിർത്തിയിട്ട് അവിടെ കണ്ടില്ലേ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് താഴെയായിട്ടാണ് ബസ് നമ്മൾ നിർത്തിയിട്ട് വെള്ളച്ചാട്ടം കണ്ടത്. ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്. വംശനാശം നേരിടുന്ന ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്, സിംഹവാലൻ കുരങ്ങ് ഉൾപ്പെടെ വിവിധയിനം കുരങ്ങുകളും മാന്, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികളും ഈ നാഷണൽ പാർക്കിലുണ്ട് കേട്ടോ. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ കൂടുതൽ പേരും വരയാടുകളെ കാണാനായിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ മുകളിലേക്ക് നടന്നു പോയപ്പം ഈ ഫോറസ്റ്റ് കണ്ട ഒരു കാവാണ് കേട്ടോ. അപ്പോൾ എന്ത് പ്രതിഷ്ഠയാണെന്ന് മനസ്സിലായില്ല. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ല കേട്ടോ, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് റോട്ടിൽ നിന്ന് ജസ്റ്റ് കാണാൻ മാത്രമാണ് പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഒരുപാട് വരയാടുകളെയൊക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ വന്ന സമയം ശരിയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് ഇപ്പം നമ്മൾ ഒന്നിനെ കണ്ടില്ല. എൻ്റെ ടോപ്പ് എത്താറായി, ഇതുവരെ ഒന്നും വരയാടുകളെ ഒന്നും കണ്ടില്ല കേട്ടോ.
സന്ദർശിക്കുന്ന എല്ലാവർക്കും അങ്ങനെ കാണാൻ സാധിക്കണമെന്നില്ല. നമ്മൾ ട്രെക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ജീവികൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ റൂട്ടിൽ നിന്നിട്ട്. അപ്പം നമ്മൾ ഈ പോയ ടൈമിൽ ഒന്നും തന്നെ വന്നില്ല, അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും നമ്മളിനി തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം. ഇതാണ് നാഷണൽ പാർക്കിൻ്റെ ടോപ്പായിട്ടുള്ള ഒരു ഏരിയ. ഇവിടം വരെയാണ് നമുക്ക് സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇതിൻ്റെ മേളിലേക്ക് വേറെ റൂട്ടുണ്ട്, അവിടെ വേറെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയൊക്കെയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം വരും കേട്ടോ. പാർക്കിൻ്റെ ഒരു ഏരിയ ഇവിടം വരെയാണുള്ളൂ, ഇവിടം വരെയാണ് സന്ദർശകരെ അനുവദിക്കുള്ളൂ. 97 ചതുരശ്ര കിലോമീറ്ററാണ് ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എന്തായാലും നമ്മൾക്ക് വരയാടുകളെ അല്ല വന്യജീവികളെ ഒന്നും കണ്ടില്ല എന്ന് ഓർത്ത് നമ്മൾ ഒത്തിരി ഡെസ്പാകേണ്ട കാര്യമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന ക്ലൈമറ്റും ആ ഒരു വൈബും എല്ലാം തന്നെ നമുക്കതിൽ കൂടുതലൊരു ഹാപ്പി നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് കൂടുതലൊരു സന്തോഷം കിട്ടും, അത് മാത്രമാണ് ഉള്ളൂ. ആരും നിർബന്ധം പിടിച്ചിട്ട് അതിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. നമ്മൾ വന്ന ടൈമിൽ അതിൽ ഇറങ്ങി വന്നാൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ നടന്ന് പോകുമ്പോൾ ഈ ആനിമൽസ്, വരയാടുകളൊക്കെ റോട്ടിലേക്കോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒക്കെ പോകുമ്പോൾ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് വരയാടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആകെ 1 മണിക്കൂറാണ് നമ്മൾ ഇതിൽ നടക്കുന്നത്. ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് വരയാടുകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. നമ്മൾ വന്ന ടൈം ശരിയല്ലായിരിക്കും, അതായിരിക്കും ഒന്നും ഇറങ്ങി വരാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീഡിയോ കാണാം.